എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് ചുറ്റും ഒരുപാട് നേവി കപ്പലുകൾ ഒന്നും രണ്ടും അല്ല 40-ലധികം കപ്പലുകൾ ഇപ്പൊ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരൊന്ന് അനങ്ങിയ അപ്പൊ അവര് ഷൂട്ട് ചെയ്ത് തവിട് പൊടിയാക്കും. ഒസോപ്പിനും ചോപ്പറിനും ബ്രൂക്കിനും പേടി കൂടാൻ തുടങ്ങും. സാൻജി ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യാ? പക്ഷെ ലൂഫിക്ക് അവന് മാത്രം യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ലൂഫി സിമ്പിൾ ആയിട്ട് പറയും, ഒന്നും നോക്കാനില്ല, നമുക്ക് മുൻപിൽ വരുന്നവരെ എല്ലാവരെയും അട്ടിച്ച് തെറിപ്പിച്ച് മുൻപോട്ട് പോവാൻ പറഞ്ഞ് അവരോരോ പൊസിഷനിൽ നിന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. നാമിയാണെങ്കിൽ ക്യാഷ്വലായിട്ടൊരു ബൈനോക്കുലർ എടുത്ത് ചുറ്റും നോക്കും. അതിനുശേഷം ലൂഫിയോട് പറയും, നിങ്ങളിപ്പോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് ഒരു പവർ ഉപയോഗിക്കും. അടുത്ത നിമിഷം ആ കപ്പലുകളെല്ലാം ഇൻവിസിബിൾ ആവുകയാണ്. നാമി അവളുടെ മിറേജ് പവർ അതുപയോഗിച്ച് അവരെ എല്ലാവരും ഇൻവിസിബിൾ ആക്കി. നാമി പറയും, ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു പവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. പക്ഷേ നമ്മൾ ആശ്വസിക്കാനായിട്ടില്ല, ഏത് നിമിഷവും നമുക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവും. അവളത് പറയുമ്പോഴേക്കും മുകളിൽ നിന്ന് വലിയ കല്ലിന്റെ അത്രയും വലിപ്പമുള്ള മഴത്തുള്ളികൾ താഴേക്ക് വരാൻ തുടങ്ങും. നാമി പറയും, ഇതൊരു പ്രത്യേക സ്ഥലമാണ്, ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഏത് ക്ലൈമറ്റ് പോലും മാറി മാറി വന്നേക്കാം. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. വിയേർഡായിട്ടുള്ള ക്ലൈമറ്റ്സ് ഒക്കെ തന്നെ ഇവിടെ സുലഭമാണ്. നാമി അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം തന്നെ അത്രയും നേരവും വലിയ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോ ഐസ് കട്ട വീഴാൻ തുടങ്ങും. ടോറോ അവന്റെ സ്ക്വാഡൊക്കെ കറക്കി അതിനെ അറഞ്ച പുറഞ്ഞ് വെട്ടിത്തെറിപ്പിക്കുമെങ്കിലും വലിയ വലിയ ഐസ് കട്ടകൾ കപ്പലിലേക്ക് വന്ന് പതിക്കാൻ തുടങ്ങും. റോബിനാണെങ്കിൽ അവളുടെ 2 കൈയും വിരിച്ചു വെച്ച് ആ ഐസ് മുഴുവൻ അവളുടെ കയ്യിൽ കളക്ട് ചെയ്ത് കപ്പലിനെ സേവ് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ കപ്പലാണെങ്കിൽ ഇപ്പോ ഒരു ചെങ്കുത്തിൽ നിൽക്കും പോലെ അങ്ങനെ കുത്തനെ നിൽക്കുകയാണ്. കടൽ 2ആയിട്ട് പിളർന്ന് കപ്പലിനാണെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷ്യസ്ഥാനം ഇല്ലാന്ന് നിൽക്കും. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അധികം വൈകാതെ കപ്പൽ താഴേക്ക് വീഴാൻ തുടങ്ങും. ഇവിടെ ആൾക്കാരാണെങ്കിൽ ടെൻഷനായിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ നമ്മൾ കപ്പലിനെ സേഫായി കൊണ്ടുപോകും, നമ്മളും കപ്പലും എല്ലാം തകർന്ന് താഴെ പോവോ എന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫ്രാങ്ക് പറയും, നിങ്ങൾ ആരും വെറുതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ ഈ കപ്പല് വളരെ സേഫായി കൊണ്ടുപോകുന്നു പറഞ്ഞ് അവൻ ബൂസ്റ്റർ അത് എനേബിൾ ചെയ്ത് കപ്പലിനെ പതിയെ പതിയെ ഇപ്പൊ മുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. കപ്പലാണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കുതിച്ചു പാഞ്ഞ് ഇപ്പോ കടലിന്റെ ഉപരിതലത്തിലേക്ക് വരും. അതിനുശേഷം ക്ലൈമറ്റ് ചേഞ്ചായി ഭയങ്കര ഇടിയും മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചായി നല്ല വെയില്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ സഡൻ ആയിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. നാമി അവൾ ഓൾറെഡി ക്ലൈമറ്റുകളെ കുറിച്ച് പഠിച്ചതായതുകൊണ്ട് തന്നെ അവൾക്കൊണ്ട് ഈസി ആയിട്ട് അതിൽ നിന്നെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നേരം കടലുമായിട്ട് പോരാടിയതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര വിശപ്പ്. സാൻജി പറയും, 10 മിനിറ്റ് തരാണെങ്കിൽ നിങ്ങൾ പിടിച്ച ആ ഒരു ഫിഷ് അത് ഫ്രൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് വരും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കിച്ചണിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറീസും ഫ്രൂട്ട്സും ഒക്കെ ആരോ ഫോർക്കൊക്കെ ഉപയോഗിച്ച് കുത്തി കുത്തി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൻജി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ വിളിക്കും. അവര് കഴിക്കാനായിട്ട് ഓടി വന്ന് പാത്രം തുറന്നു നോക്കുമ്പോൾ പാത്രത്തിനകത്ത് ഇപ്പൊ ഒന്നുമില്ല. സാൻജി തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്ത് അവരോട് ഉണ്ടാക്കിയ ഫുഡിന്റെ അഭിപ്രായം ചോദിക്കും. അതിന് ചോപ്പർ, ഇതില് ഫുഡൊന്നും ഇല്ല, നീ സത്യം പറയും, ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? സാൻജി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അൺബിലീവബിൾ, ഞാനിതില് ഫുഡ് ഉണ്ടാക്കി വെച്ചതാണ്, അതെവിടെ പോയെന്ന് ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ചോപ്പർ ചോദിക്കും, ഒരു പക്ഷേ ഈ കടലിൽ പ്രേതം ഉണ്ടാവുമോ? അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും ചെറിയൊരു ഫോർക്കൊക്കെ കയ്യിൽ പിടിച്ച് മറ്റേ പോലെ എന്തോ ഒരു സാധനം ഇപ്പൊ കിച്ചണിലൂടെ ഓടാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അതിന്റെ പിന്നാലെ ഓടി അതിനെ പിടിക്കാൻ നോക്കും. പക്ഷെ അത് പിടികൊടുക്കാതെ ഓരോന്ന് തിന്ന് കിച്ചൺ മുഴുവൻ ഓടി നടക്കും. ലൂഫി ഫ്രിഡ്ജ് തുറന്നു നോക്കും. അതിനകത്തുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് മുഴുവൻ അത് തിന്ന് തീർത്തു. ബ്രൂക്കിന്റെ ബോഡിയിലൂടെ എടുത്തു ചാടി അതിപ്പോ ലൂഫിയുടെ മൂക്കിലേക്ക് വന്നു നിൽക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും അതിനെ സൂക്ഷിച്ചു നോക്കും. അതൊരു ഹ്യൂമൺ ആണ്, ഒരു ലേഡി. ലൂഫി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഉടനെ അവളാണെങ്കിൽ അവളുടെ സൈസ് വലുതാക്കി മാറ്റും. അടുത്ത നിമിഷം 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ ഫൈറ്റിനൊടുവിൽ അവൾ തെറിച്ച് വെള്ളത്തിലേക്ക് വീഴും. അവൾക്ക് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ അവൾ വെള്ളത്തിലൂടെ അങ്ങനെ താഴേക്ക് പോവും. അത് കണ്ട സാൻജി എടുത്തു ചാടി അവളെ പൊക്കിയെടുത്ത് കപ്പലിലേക്ക് തിരികെ കൊണ്ടുവരും. ലൂഫി അവളുടെ അടുത്തേക്ക് വന്ന് പറയും, നിനക്ക് നിന്റെ സൈസ് അത് ചെറുതാക്കാനും വലുതാക്കാനും കഴിയുമല്ലേ? അത് ശരിക്കും അടിപൊളിയാണ്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ അവൾക്ക് സന്തോഷാവും. അവള് പറയും, ഞാൻ ചെറുപ്പത്തിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചു, അന്നു മുതൽ എനിക്ക് ഈ പവർ ഉണ്ട്. അവളാണെങ്കിൽ ഇപ്പൊ ലൂഫി എടുത്തു പോക്കും. ലൂഫി പറയും, നിന്നെ പോലെ തന്നെ ഞങ്ങളിൽ പലരും ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഡെവിൾ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് തന്നെ റബ്ബറിന്റെ പവറാണ്. അവൾ ലൂഫിയുടെ സ്കിന്നൊക്കെ വലിച്ചു നോക്കും. റബ്ബർ പോലെ വലിഞ്ഞു വരുന്നത് കാണുമ്പോൾ അവൾക്ക് അത്ഭുതമാവും. അവള് പറയും,
എൻ്റെ പേര് ലില്ലി. എനിക്ക് ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ തിന്നത്. ഞാൻ ആക്ച്വലി വേറൊരു ഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ബൈ മിസ്റ്റേക്കില് നിങ്ങളുടെ ഷിപ്പിൽ ഞാൻ പെട്ടുപോയത്. ഓ മൈ ഗോഡ്, ഞാനിപ്പോ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്. എനിക്ക് എന്റെ ഡാഡിയെ, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നേവിയാണെന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവളുടെ പപ്പയെ കുറിച്ച് ചോദിക്കും. അവള് പറയും, എന്റെ പപ്പ ഭയങ്കര ഫേമസ് ആണ്, ഒരു പൈററ്റ് കുക്ക്. അവളുടെ പപ്പയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സാഞ്ചിക്ക് ആളെ മനസ്സിലാവും. സാഞ്ചി ആളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അവളാണെങ്കിൽ അവളുടെ പപ്പ ഉണ്ടാക്കുന്ന ഡിഷുകൾ അതൊന്നൊന്നായിട്ട് പറയാൻ തുടങ്ങും. അത് ഇമാജിൻ ചെയ്ത് നമ്മുടെ ലൂഫിയും വയറൊക്കെ വേർപ്പിച്ച് പിടിച്ച് അങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങും. അങ്ങനെ അവളുടെ പപ്പയുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് വീണ്ടും അവൾ നിലവിളിച്ച് കരയും. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്ക്, എനിക്ക് എന്റെ പപ്പയെ തിരികെ പിടിക്കണം. ഉടനെ റോബിനാണെങ്കിൽ ഇപ്പൊ അവളുടെ പപ്പയെ കുറിച്ച് പറയും. ഞാനും ഇവളുടെ പപ്പയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആക്ച്വലി അദ്ദേഹം ഗവൺമെന്റിന്റെ അടുത്തു നിന്നും പൈററ്റ്സിന്റെ അടുത്തു നിന്നും ഒക്കെ ഫുഡ് ഐറ്റംസ് അടിച്ചു മാറ്റി അത് നല്ല ടേസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. ലില്ലി ആണെങ്കിൽ അതെല്ലാം കേട്ട് നിർത്താതെ കരയാണ്. ലൂഫി കാര്യം അന്വേഷിക്കും. അപ്പോഴായിരിക്കും അവൾ അവളുടെ കഥ പറയാ. അവളും അവളുടെ പപ്പയും പൈററ്റ്സ് ആണ്. അവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് ഫുഡ് കുക്കൊക്കെ ചെയ്ത് ഓരോ ഐലാൻഡിലൂടെ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നേവി ആൾക്കാർ അവളുടെ പപ്പയെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പപ്പയെ കണ്ടെത്താനായി ഓരോ ഐലാൻഡുകളിലൂടെ അവളുടെ പവറൊക്കെ ഉപയോഗിച്ച് കയറി ഇറങ്ങി നടന്നു. ഇതുവരെ അവൾക്ക് അവളുടെ പപ്പയെ കണ്ടെത്താനായില്ല. എന്റെ പപ്പയുടെ ബെറി ബൗണ്ടി അത് 320 മില്യൺ ആണ്. പപ്പയെ ബെൽ ടവറിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചു. പപ്പയെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടുത്തെ വെതറിൽ എന്റെ കപ്പൽ തകർന്ന് ഞാൻ നിങ്ങളുടെ കപ്പലിലേക്ക് കയറി. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ അവളുടെ സ്റ്റോറി കേട്ട് കരയാൻ തുടങ്ങും. ലൂഫി തീർത്തു പറയും, ഇമ്പിൾ ടവർ നീ കരുതും പോലെ ഒരു സ്ഥലമല്ല. എന്നെ കൊണ്ട് ഒരിക്കലും അവിടേക്ക് പോയി നിന്റെ പപ്പയെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരാനാവില്ല. അതിന് അവള് പറയും, എന്റെ പപ്പ ഇമ്പിൾ ടൗണിലേക്ക് എത്തിയിട്ടില്ല, ഇതുവഴിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. സോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ആ നേവിക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് എനിക്ക് എന്റെ പപ്പയെ മോചിപ്പിക്കണം. അതിനാണ് ഞാൻ കാത്തിരുന്നത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ട്, പപ്പയെ രക്ഷിക്കാൻ ഞങ്ങൾ നിന്നെ സഹായിക്കും. ലൂഫിക്കാണെങ്കിൽ ആ ഒരു ഹെവൻലി ഫുഡ് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അതിനവള് പറയും, പപ്പയെ രക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫുഡ് വേണമെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി തരും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു പൈററ്റ് കപ്പൽ കാണിക്കും. അതില് ഒരു ജയന്റ് മനുഷ്യൻ. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലുള്ള അതേ ഭാഗത്തേക്കാണ് കപ്പൽ കൊണ്ടുപോവുക. അവന്റെ ലക്ഷ്യം അതാ ലില്ലി പെണ്ണിന്റെ പപ്പ പാൻസ് ഫ്രൈ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നേവിക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തി ആളെ തട്ടിക്കളയുക എന്നതാണ്. ആക്ച്വലി ഇവരെ കാണാൻ പൈററ്റ്സിനെ പോലെ ഉണ്ടെങ്കിലും ഇവര് നേവിക്കാരാണ്. നേവിയിലെ തന്നെ മറ്റൊരു സീക്രട്ട് ടീമാണ് ഇവര്. ഉടനെ അവൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഒരു ലേഡി അവനെ കോണ്ടാക്ട് ചെയ്യും. അവൾ എല്ലാ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷം അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് അവരുടെ മൂവ്മെന്റ്സ് അതെങ്ങനെയായിരിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ചുറ്റും നോക്കും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് അവിടേക്ക് മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് 3 നേവി കപ്പലുകൾ ആ മഞ്ഞിന്റെ എല്ലാ ഇടയിലൂടെ അവരുടെ കണ്ണിലുടക്കും. കപ്പലിലാണെങ്കിൽ ഇപ്പൊ ലില്ലിയുടെ പപ്പ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. കാരണം ആളുടെ സൈസ് അത് വളരെ വലുതാണ്. ലില്ലി ആണെങ്കിൽ പപ്പയെ നോക്കി നിലവിളിച്ച് കരയും. ലൂഫി അവൻ ടീംമേറ്റ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.